നിമിഷപ്രിയ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. കുടുംബം നടത്തിവരുന്ന ശ്രമങ്ങൾ അറിയാമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിയമസാധ്യതകൾ പരിശോധിക്കുമെന്ന് സഹായ സമിതിയും വ്യക്തമാക്കി. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ കാണാനാണ് നീക്കം. പി ആർ സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എനിക്ക് തോന്നുന്നു ഈ നിമിഷപ്രിയയുടെ മോചനം ഏകദേശം അസാധ്യമാവുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് യമൻ പ്രസിഡന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോഴും നിയമമന്ത്രാലയം പ്രതീക്ഷ കൈവിട്ടിട്ടില്ലേ? എന്താണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പി ആർ സുനിൽ. അരുൺ, ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. കേന്ദ്ര വിദേശകാര്യ വക്താവ് ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യങ്ങൾ അറിയാം. ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ചും അറിയാം. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്, ഇന്ത്യൻ സർക്കാരിന് സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തും എന്നാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പരിശ്രമം നടന്നു വരികയാണ്. സേവ് നിമിഷപ്രിയ എന്നൊരു ഫോറമൊക്കെ തന്നെ രൂപീകരിച്ച് ദില്ലിയിലെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ നേതൃത്വം നൽകി വലിയ ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ നടന്നു വരികയായിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായി ഈ വിഷയത്തിൽ ആശയവിനിമയമൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇന്ത്യൻ എംബസി വഴി ഇതിനുള്ള സാമ്പത്തിക സഹായവും ഒക്കെ തന്നെ നൽകാനുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചു വരികയായിരുന്നു. ഏതായാലും ഇതെല്ലാം വിഫലമായി എന്നാണ് ഇന്നലത്തെ തീരുമാനം വന്നതോടെ വ്യക്തമാകുന്നത്. ഏതായാലും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ശക്തമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇക്കാര്യത്തിൽ അവശേഷിക്കുന്നുള്ളൂ. ഏതായാലും യമൻ ഭരണകൂടം ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് തടയാൻ ഇന്ത്യൻ സർക്കാരിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ നടപടികളും ചെയ്യും എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഇന്നലത്തെ ഈ റിപ്പോർട്ടിന് പിന്നാലെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പി എസ് സുനിൽ, അതിനുള്ള ഏക സാധ്യത ഇനിയിപ്പോൾ യമനിലുള്ളവർ ഈ ബ്ലഡ് മണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കൊല ചെയ്യപ്പെട്ടയാളുടെ വീടുമായി സംസാരിക്കുക, അവരുടെ ഗോത്രവർഗവുമായി സംസാരിക്കുക, അതിലെന്തെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയൂ. അതല്ലാത്ത പക്ഷം ഒരു മാസത്തിനുള്ളിൽ ഈ വധശിക്ഷ നടപ്പാക്കും. തീയതി നിശ്ചയിക്കാത്തത് കൊണ്ട് ഏത് ദിവസം വേണമെങ്കിലും വധശിക്ഷ നടപ്പാക്കാം. ആ അർത്ഥത്തിൽ യമൻ സർക്കാരുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന സൂചന ഇതിലുണ്ടോ? ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ആകെ ഒരു വരി വാർത്താക്കുറിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ സാധ്യമായ കാര്യങ്ങൾ ചെയ്യും, കുടുംബാംഗങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു നയതന്ത്ര ശ്രമം ഇക്കാര്യത്തിൽ നടത്തും എന്ന ഒരു സൂചന കേന്ദ്ര സർക്കാർ ഏതായാലും ഈ വാർത്താക്കുറിപ്പിലൂടെ നൽകുന്നുണ്ട്. ആ നയതന്ത്ര ശ്രമം എങ്ങനെയായിരിക്കും എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും അതിനുള്ളൊരു